ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. AK ആന്റണിയെ പഴിചാരി പോലീസ് അതിക്രമങ്ങളെ ന്യായീകരിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് UDF മുൻ കൺവീനർ MM ഹസൻ പറഞ്ഞു. മലപ്പുറം പ്രസ് ക്ലബിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്ന് ഈ പോലീസ് ഇടപെടലുണ്ടായി. അവിടെ വന്നതാരാ? അവിടെ വന്നത് സീതാരായണീയരായിട്ടുള്ള ആളുകളല്ല. അവിടെ വന്നത് അബ്ദുള്ള ചെറുമതിരിയുടെ നേതൃത്വത്തിലുള്ള PDP വളണ്ടിയർമാർ. ഇന്ന് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ട്, അതിനു മുമ്പോ അതിനുശേഷമോ ശിവഗിരിയുടെ പവിത്രമായ മഠത്തിൽ വരാത്തവരാണ് അന്ന് അവിടെ വന്ന് അക്രമം ഉണ്ടാക്കാൻ നോക്കിയത്. അപ്പം സച്ചിദാനന്ദ സ്വാമിയെ പിന്തുണയ്ക്കാനാണ് അവർ അവിടെ വന്ന് അക്രമം നടത്തിയപ്പോൾ വന്യവയോധികരായ അന്നത്തെ ഈ പ്രകാശാനന്ദ സ്വാമി അദ്ദേഹത്തിന് അവിടെ ചുമതല ഏറ്റെടുക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തെയും അവിടുത്തെ അംഗങ്ങളെയും തടയും അക്രമം പ്രയോഗിക്കുകയും ചെയ്തപ്പോൾ പോലീസിനെ നോക്കി നിൽക്കാൻ സാധിക്കില്ല. പക്ഷേ ഒന്നോ രണ്ടോ പോലീസുകാർ, അത് കമ്മീഷൻ, ജസ്റ്റിസ് ഭാസ്കരൻ നമ്പ്യാർ കമ്മീഷൻ, ഈ സംഭവത്തിന് ശേഷം തൊട്ട് പിന്നാലെ വന്നത് AK ആന്റണിയുടെ ഗവൺമെന്റ് പോയി, നയനാർ ഗവൺമെന്റാണ്. ഈ 95 ഗവൺമെന്റ് ഞാനൊക്കെ നിയമസഭാംഗങ്ങളാണ്. അന്ന് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നവരാണ് ഞങ്ങൾ എല്ലാവരും. അപ്പൊ അത് വലിയൊരു ലക്ഷ്യം പ്രചരണമായി മാറും. കാരണം ഈ ശ്രീനാരായണ ഗുരുവിനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ ആദരിക്കുന്ന ഒരു വലിയ ജനസമൂഹത്തിന്റെ വികാരങ്ങൾ പൂർണ്ണമായി വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞ് അന്ന് LDF വലിയ പ്രചരണം നടത്തി. തെരഞ്ഞെടുപ്പിൽ AK ആന്റണി വഹിച്ചു, പക്ഷേ മുന്നണി പരാജയം. പിന്നെ വന്നത് 96 നയനാരുടെ മന്ത്രിസഭ. ആ മന്ത്രിസഭ ജസ്റ്റിസ് ഭാസ്കരൻ നമ്പ്യാർ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു പോലീസ് ഇടപെടലിനെ കുറിച്ച് പഠിക്കാൻ. അവര് കൊടുത്ത റിപ്പോർട്ട് അവിടെ ഉണ്ട്. അത് നയനാരുടെ കാലത്ത് തന്നെയാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. പോലീസ് അതിനകത്ത് അതിക്രമം കാണിച്ചിട്ടില്ല. പോലീസിന്റെ ഈ ഇടപെടലിനെ ന്യായീകരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് കൊടുത്തത്. ആ റിപ്പോർട്ട് ഗവൺമെന്റിന്റെ കയ്യിലുള്ളപ്പോഴാണ് മുഖ്യമന്ത്രി പഴയ പ്രചരണം ആവർത്തിക്കുന്ന രൂപത്തിൽ തന്റെ ഗവൺമെന്റിൽ ഇപ്പോൾ തന്റെ കീഴിൽ നടക്കുന്ന ക്രൂരമായ പോലീസ് അതിക്രമങ്ങളെ പ്രതിരോധിക്കാൻ നിങ്ങളുടെ കാലത്ത് ശിവഗിരിയിൽ ഇടപെട്ടില്ലേ? അപ്പൊ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു, ബലപ്രയോഗം ഉണ്ടായിട്ടില്ല, ഇടപെടൽ ന്യായീകരിക്കത്തക്കതാണ്. കാരണം ഇതെല്ലാം ഉണ്ടായിട്ടും ഇത്രയും വലിയ അക്രമം ആ പവിത്രമായ ശിവഗിരി മഹാസമാധിയുടെ മുമ്പിൽ നടത്തിയിട്ടും ഒരു തരി മണ്ണ് പോലും ശ്രീനാരായണ ഗുരുവിന്റെ സമാധി മന്ദിരത്തിലോ അദ്ദേഹത്തിന്റെ പ്രതിമയിലോ എടുത്തിടാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അവിടെ ലാത്തിച്ചാർജ് നടന്നു. കാരണം വളരെ അക്രമാസക്തമായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ അവർ ലാത്തിച്ചാർജ് നടത്തി. 10-50 സ്വാമിമാർക്ക് പരിക്കേറ്റു, പോലീസുകാർക്ക് പരിക്കേറ്റു, ഈ വന്ന അക്രമികളായിട്ടുള്ള ആളുകൾക്ക് പരിക്കേറ്റു. ആരും മരിച്ചില്ല, ഒരു വെടിവെപ്പും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റിസ് ഭാസ്കരൻ നമ്പ്യാരുടെ ജുഡീഷ്യൽ കമ്മീഷൻ പറഞ്ഞു പോലീസ് ഇടപെടൽ ന്യായീകരിക്കത്തക്കതാണ്. ഇന്ന് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു മഹാസമാധിക്ക് ഒരു കേടും സംഭവിച്ചില്ല, മഹാസമാധിയിലോട്ട് ആരും കടന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവത്തെ ഇപ്പൊ നടക്കുന്ന ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ ഈ തൃശ്ശൂർ ജില്ലയിലെ മറ്റ് പലയിടത്തുമുള്ള പോലീസ് സ്റ്റേഷനുകൾ നടത്തുന്ന ഈ അതിക്രമങ്ങളെ, നിരപരാധികളെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്നതിനെ ന്യായീകരിക്കാൻ ഈ സംഭവം മുഖ്യമന്ത്രി എടുത്ത് ഉദ്ധരിച്ചത് രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടിയാണ്. എന്റെ കയ്യിലാണ് വലിയ ബഡ്ജറ്റും ഇല്ല. നിനക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ? എനിക്ക് പരിചയമുണ്ട്. അയ്യോ സാർ, എനിക്ക് പരിചയമുണ്ടോ. ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ഹലോ, ആ കൺഫ്യൂഷൻ അങ്ങ് തീർന്നില്ലേ? പണി നടക്കട്ടെ. Jewelry that tells your story. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി.